നിലവിൽ വലിയ രീതിയിലാണ് മിഡിൽ ഈസ്റ്റിൽ സംഘർഷ സാധ്യതയുള്ളത്. അമേരിക്കയും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ സംഘർഷ അന്തരീക്ഷം വലിയ രീതിയിലുള്ള ആശങ്കകളാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വളരെ നിർണായകമായ ഒരു തീരുമാനവുമായി ബ്രിട്ടൻ രംഗത്തെത്തിയിരിക്കുന്നത്. ബ്രിട്ടന്റെ ഈ തീരുമാനം നയതന്ത്ര തലത്തിൽ അമേരിക്കക്കുള്ള വലിയൊരു തിരിച്ചടിയായിട്ടാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനോടകം തന്നെ വിലയിരുത്തിയിരിക്കുന്നത്. അതിന് കാരണമായത് ഇറാനെതിരെയുള്ള സൈനിക നടപടിക്ക് ബ്രിട്ടന്റെ കീഴിലുള്ള മിഡിൽ ഈസ്റ്റിലെ സൈനിക താവളങ്ങൾ അമേരിക്കയ്ക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥന ബ്രിട്ടൻ നിരസിക്കുകയായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രമായ ഡീഗോ ഗാർഷ്യയും ബ്രിട്ടനിലെ തന്നെ റാഫ് വെൽഫോർഡും എന്ന വ്യോമതാവളങ്ങൾ ഈ നിരസിക്കപ്പെട്ട ലിസ്റ്റിൽ ഉണ്ട് എന്നാണ് ഇതിനോടകം തന്നെ അറിയാൻ സാധിച്ചത്. മിഡിൽ ഈസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഡീഗോ ഗാർഷ്യ എന്ന വ്യോമതാവളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെയുള്ള ഏതൊരു നീക്കത്തിനും ഈ വ്യോമതാവളം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിക്കേണ്ടിയിരുന്നത്. എന്തുകൊണ്ടാണ് ബ്രിട്ടൻ അമേരിക്കയുടെ ഈ അഭ്യർത്ഥന നിരസിച്ചതെന്നാണ് പല വിലയിരുത്തലുകളും വരുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഒരു സൈനിക നടപടികൾക്ക് വേണ്ടി വിട്ടു നൽകാൻ വ്യക്തമായ രാഷ്ട്രീയവും നിയമപരമായുള്ള അനുമതിയും വേണം എന്നാണ് ബ്രിട്ടീഷ് സർക്കാരിന്റെ നിലപാട്. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗീകാരവും അന്താരാഷ്ട്ര തലത്തിലുള്ള നിയമപരമായ പരിഗണനയും ഇല്ലാതെ നേരിട്ടുള്ള ഒരു ആക്രമണത്തിന്റെ ഭാഗമാവാൻ താല്പര്യമില്ല എന്നാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുള്ളത്. ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള അലിയാണ് ബ്രിട്ടൻ. അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇറാഖ് യുദ്ധം, പലസ്തീനിലെ ആക്രമണം, അതായത് ഗസ കേന്ദ്രീകരിച്ചുള്ള സൈനിക നടപടി, ഇതിലൊക്കെ ബ്രിട്ടീഷ് ഭാഗമായിട്ടുണ്ട്. എന്നാൽ ഇത്തവണത്തെ അമേരിക്കയുടെ സൈനിക നടപടിയോട് വളരെ സൂക്ഷ്മമായാണ് ബ്രിട്ടൻ പ്രതികരിക്കുന്നത് എന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ പോലുള്ള മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. എന്നാൽ മറ്റൊരു വിലയിരുത്തൽ വരുന്നത് ഈ മേഖലയിലെ നിലവിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി, അതായത് ഒരു യുദ്ധ സാഹചര്യം ഒഴിവാക്കാനാണ് ലണ്ടൻ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നാണ് റോയിറ്റേഴ്സ് പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ മറ്റു ചില കാര്യങ്ങളും ചിലർ ഉറ്റുനോക്കുന്നുണ്ട്. പ്രധാനമായും ബ്രിട്ടന്റെ ഈ ഒരു പുതിയ തീരുമാനം അമേരിക്കയുടെ നയതന്ത്രങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം വരുത്തുമോ എന്നുള്ളത് തന്നെയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്ക മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം തേടുമോ, അല്ലെങ്കിൽ സ്വന്തം നിലക്ക് മുന്നോട്ട് പോകുമോ എന്നുള്ള നിരീക്ഷണങ്ങളും നിലവിൽ വരുന്നുണ്ട്. എന്തായാലും കനത്ത രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയാണ് മിഡിൽ ഈസ്റ്റ് മേഖല നേരിടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം, വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. എന്തായാലും മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ കാര്യം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും ആശങ്കയുമാണ് നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇത്ര കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി.